നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ജൂലൈ മാസം 22 ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറയുമ്പോൾ 1200 ആണ്ട് കർക്കിടക മാസം 6 ചൊവ്വാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഢ മാസം 31 ചൊവ്വാഴ്ച ദിവസം. ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:16, അസ്തമയ സമയം വൈകുന്നേരം 6:41. ഉദയാൽപരം തിഥി ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി ചൊവ്വാഴ്ച രാവിലെ 7:07 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് ത്രയോദശി തിഥി ആരംഭിക്കുന്നു. ത്രയോദശി തിഥി ബുധനാഴ്ച പുലർച്ചെ 4:40 വരെ ഉണ്ടായിരിക്കും. ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാത്രി 9:05 എന്ന സമയത്താണ് ആരംഭിക്കുന്നത്. മകീര നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാത്രി 9:05, അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി 7:26. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകീര നക്ഷത്ര ജാതകരാണ്. മകീര നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ 2 പാദങ്ങൾ ഇടവക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ മിഥുനക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുക, നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവനാൽ അനുഗ്രഹം ഏറ്റുവാങ്ങുക. ഈ മകീര നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ 2 പാദങ്ങൾ ഇടവക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ മിഥുനക്കൂറിലുമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ചൊവ്വാഴ്ച ദിവസത്തെ മകീര നക്ഷത്രം ഈ ഇടവക്കൂറിൽ വരുന്ന സമയം പറഞ്ഞുതരാം. മകീര നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാത്രി 9:05 അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ 9:05 വരെയുള്ള സമയം, 2 പാദ സമയം, അത് ഇടവക്കൂറിൽപ്പെട്ട മകീര നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച രാത്രി 9:05 മുതൽ ചൊവ്വാഴ്ച രാവിലെ 9:05 വരെയുള്ള സമയം ഇടവക്കൂറിൽപ്പെട്ട മകീര നക്ഷത്ര സമയമാണ്. ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഇടവക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ മകീര നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം വരുന്നത് നല്ലതാണ്. കാരണം മകീര നക്ഷത്രം അതിന്റെ ദശാകാലം ആരംഭിക്കുന്നത് തന്നെ ചൊവ്വ ദശാകാലത്താണ്. അപ്പോൾ മകീര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം ചൊവ്വ ദശാകാലമാണ്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം മകീര നക്ഷത്രം വരുന്നതും നല്ലതാണ്. ഈ ചൊവ്വാഴ്ച ദിവസം 2025 ജൂലൈ മാസം 22 ചൊവ്വാഴ്ച ദിവസം മകീര നക്ഷത്രമാണല്ലോ. മകീര നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് കുറെ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധനനേട്ടം, കാര്യവിജയം, ജീവിതാപൂർത്തിയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ അനുകൂലമായ നക്ഷത്ര ദിവസങ്ങളിലാണ് ഓരോ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുക. അത് പ്രത്യേകിച്ച് ഭൂമി വാങ്ങിക്കുക, വീട് വെക്കുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിത അഭിവൃദ്ധിയിലേക്ക് പോകുന്നത്. എല്ലാ ദിവസവും അങ്ങനെ അഭിവൃദ്ധിപ്പെടണമെന്നില്ല. അനുകൂലമായ നക്ഷത്ര ദിവസങ്ങളാണ് അങ്ങനെ സംഭവിക്കുക. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ഔട്ട നക്ഷത്ര ജാതകർക്കും ചതയ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അവർക്ക് ഒട്ടേറെ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ രേവതി, ഭരണി, രോഹിണി എന്നീ നാളുകാർക്കും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. കന്നിക്കൂറിൽപ്പെട്ട അത്തം, ചിത്തിര 2 പാദം നാളുകാർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം. ഇതുപോലെ തന്നെ ഈ മകീര നക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്ന കുറെ നാളുകാരുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതായത് ചൊവ്വാഴ്ച ദിവസം രാവിലെ 9:05 വരെ, ചൊവ്വാഴ്ച ദിവസം രാവിലെ 9:05 വരെ തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. സൂക്ഷിക്കേണ്ട സമയമാണ്. അതായത് തിങ്കളാഴ്ച രാത്രി 9:05 മുതൽ ചൊവ്വാഴ്ച രാവിലെ 9:05 വരെയുള്ള സമയം തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ്. സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഉത്രട്ടാതി, അശ്വതി, കാർത്തിക എന്നീ നാളുകാർക്ക്
ഈ മകീര നക്ഷത്ര സമയം മുഴുവൻ തിങ്കളാഴ്ച രാത്രി 9:05 മുതൽ ചൊവ്വാഴ്ച രാത്രി 7:26 വരെയുള്ള സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക. പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടാതെ സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:46 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം നല്ല സമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ ഇത് ശുഭസമയമായി കണ്ടുകൊണ്ട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:46 മുതൽ 3:16 വരെയുള്ള സമയവും ശുഭസമയമായിട്ട് വേർതിരിച്ച് തന്നിട്ടുണ്ട്. ഈ സമയത്തും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. 3:16 മുതൽ രാഹു ആരംഭിക്കും. 4:46 വരെ രാഹു ഉണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞു വെക്കുക. ഇനിയും പതിവ് പോലെ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 22 ഒറ്റസംഖ്യയാക്കുമ്പോൾ 4 വരും. ഏതൊരു മാസത്തെയും 4, 13, 22 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. അതിന് പരിഹാരമായിട്ട് പറയുന്നത് മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്നും തന്നെ വന്നു ചേരത്തില്ല എന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. ഇനി പേരിൽ അക്ഷരങ്ങൾ ഇല്ലെങ്കിലും ഏതൊരു മാസത്തെയും 4, 13, 22 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യം തരക്കേടില്ലാത്ത നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്നും സംഖ്യാ ജ്യോതിഷം പറയുന്നു. ഇനി ഇപ്പോൾ പറയാനുള്ള അടുത്ത വിഷയം എന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ ആൾക്കാർക്കാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ രോഹിണി, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, മകയിരം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. രോഹിണി, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, മകയിരം. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നേട്ടം, ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു ദിവസമാണ്. പലരുടെയും ജീവിതം പരാജയപ്പെട്ടു പോകുന്നത് ധനം കൈകാര്യം ചെയ്യുമ്പോഴാണ്. പലരുടെയും ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നത്. ചിലരൊക്കെ ലോൺ എടുത്താൽ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, കടം മേടിച്ചാലേ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ശത്രുത ഉണ്ടാകുന്നു. അങ്ങനെ ബദ്ധശത്രുക്കളായി മാറുന്നു. പിന്നെ അത് വലിയൊരു പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. പിന്നെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ജപ്തി ഭീഷണി ഉണ്ടാകുന്നു, കൊടുക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും രോഗങ്ങൾ അവരെ കീഴ്പ്പെടുത്തും, അവർക്ക് പ്രതിസന്ധിയാകും. പിന്നെ അവരതിനെ ഓർത്ത് ദുഃഖിക്കും. ഏതൊരു നേരത്താണ് ഈ വായ്പയൊക്കെ എടുക്കാൻ തോന്നിയെന്നൊക്കെ ഓർത്ത് ദുഃഖിക്കും. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ, പരാജയങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാരെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത്. രോഹിണി, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, മകര എന്നീ നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് ഈ അധ്യായത്തിൽ കൂടി പങ്കുവെച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹാദേവന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.